അവരേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഗ്രാമീൺ ബാങ്കിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഒടുവിൽ ഗ്രാമീൺ ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റിന് 350 വേക്കൻസീസ് ആണ്. ഓഫീസ് അസിസ്റ്റന്റിന് കേരളത്തിൽ 350 വേക്കൻസീസ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓഫീസർ പിഒടതിന് 250 വേക്കൻസീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗ്രാമീൺ ബാങ്കിലെ ക്ലർക്ക് വേക്കൻസിക്ക് 350ഉം ഓഫീസറിന് 250 വേക്കൻസീസ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എക്സാം വരാൻ പോകുന്നത് നവംബർ ഡിസംബറിലാണ്. ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും ആയിരിക്കും മെയിൻസ് വരുന്നത്. അപ്പോൾ ഇനി പഠിച്ച് തുടങ്ങുന്നവർക്കായാലും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ വീഡിയോയിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷറായിട്ട് വരുന്ന ഒരാൾക്ക് ഓഫീസറായിട്ട് കയറുമ്പോൾ തന്നെ 75,000 രൂപ സാലറി കിട്ടുന്നു എന്ന്. അപ്പോൾ ഒരു ബാങ്ക് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളെ ഏറ്റവും കൂടുതൽ ഫോക്കസോടെ നോക്കുന്ന ഒരു എക്സാമാണ് ഗ്രാമീൺ ബാങ്കിന്റെ. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. കാരണം ഗ്രാമീൺ ബാങ്കിൽ ഓഫീസറായിട്ട് കിട്ടുന്ന ഒരാൾക്കും കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് റെയർ ആയിട്ടേ കിട്ടത്തുള്ളൂ. നമ്മൾ വേറെ ഏത് ബാങ്കിലും ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇന്ത്യക്ക് അകത്ത് എവിടെ വേണോ പോസ്റ്റിംഗ് വരാം. പക്ഷെ ഗ്രാമീൺ ബാങ്കിൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. പോയിട്ട് ബാക്കിയുള്ള ബാങ്ക് ജോബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രഷർ കുറവുള്ള ഒരു ജോലിയാണ് ഗ്രാമീൺ ബാങ്കിന്റെ എന്ന് പറയുമ്പോൾ. അപ്പൊ എല്ലാവരും ഏറ്റവും ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഗ്രാമീൺ ബാങ്കിന്റെ. അപ്പൊ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സമാധാനമുള്ള ഒരു ജോലിയാണ്, അത്യാവശ്യം നല്ല സാലറിയും വരുന്നുണ്ട്. അപ്പൊ അത് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് അൾട്ടിമേറ്റ് ആയിട്ട് നോക്കേണ്ട ഒരു എക്സാം ആണ് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ കുറച്ച് ക്രൈറ്റീരിയാസ്, ഡേറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കി പോവാം. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് 1-ാം തീയതിയാണ്. അപ്പൊ 1-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ, സെപ്റ്റംബർ 1 മുതൽ 21 വരെയാണ് രജിസ്ട്രേഷന്റെ ടൈം പറയുന്നത്. പിന്നെ ഇതില് എക്സാം വരുന്നത്, പ്രിലിംസ് വരുന്നത് ഓഫീസറിന്റെ വരുന്നത് നവംബറിലും ഓഫീസ് അസിസ്റ്റന്റിന്റെ വരുന്നത് ഡിസംബറിലുമാണ്. അപ്പൊ ഇനി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്കായാലും ബേസ് ഉള്ള ഒരാൾക്ക് സുഖമായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രാമീൺ ബാങ്കിന്റെ. അപ്പൊ ഇനി ആയാലും നോട്ടിഫിക്കേഷൻ വന്ന് 2 മാസം ഇനിയും ടൈം ഉണ്ട്. സോ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കുമാണ് ഓഫീസറിന്റെയും ഓഫീസ് അസിസ്റ്റന്റിന്റെയും പ്രിലിംസ് വരുന്നത്. പിന്നെ അതിന് മെയിൻസ് വരുന്നത് ഡിസംബർ ഫെബ്രുവരിയിലാണ് വരുന്നത്. ഓക്കെ, ഡിസംബർ ഫെബ്രുവരിയിലാണ് മെയിൻസ് വരുന്നത്. ഓഫീസറിന്റെയും ഓഫീസ് അസിസ്റ്റന്റിന്റെയും മെയിൻസ് വരുന്നത് ഡിസംബറിലും ഫെബ്രുവരിയിലും ആയിട്ടാണ് വരുന്നത്. പിന്നെ അതിന് റിസൾട്ട് വന്നതിന് ശേഷം ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ 2 സ്റ്റേജ് മാത്രമേ ഉള്ളൂ, പ്രിലിംസും മെയിൻസും മാത്രമേ വരുള്ളൂ. പക്ഷെ ഓഫീസർ വരുമ്പോഴത്തേക്കും 3ാമതൊരു സ്റ്റേജും കൂടെ വരും, അതാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാമീൺ ബാങ്കിന്റെ ഇന്റർവ്യൂ യാതൊരു കാരണവശാലും ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഇന്റർവ്യൂ കേരളത്തിൽ തന്നെയാണ് നടത്തുന്നത്. സോ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബാങ്ക് എക്സാംസ് വെച്ച്, പ്രൊഫഷണൽ ഓഫീസറിന്റെ എക്സാം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇന്റർവ്യൂ അത്യാവശ്യം ഈസി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ജനുവരിയോട് കൂടിയായിരിക്കും റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, മെയിൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജനുവരിയിലായിരിക്കും. ദെൻ വരുന്നത് അത് ഓഫീസറിന്റെ ആണ് പറയുന്നത്. പിന്നെ അതിനുശേഷം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്റർവ്യൂ നടത്തുന്നത് ജനുവരി ഫെബ്രുവരിയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ജനുവരി ഫെബ്രുവരിയിലായിരിക്കും ഇന്റർവ്യൂ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് വരുന്നത് ഫെബ്രുവരി ഓർ മാർച്ചിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന ഒരു എക്സാമിൽ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കും എന്നാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്. സോ നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബാങ്കിൽ നടക്കുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഒരു 7-8 മാസത്തിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ജോലിക്ക് കയറാൻ പറ്റുന്നു. അത് നോർമലി ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കൊണ്ടും പോലും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രാമീൺ ബാങ്കിന്റെ എന്ന് പറയുമ്പോൾ. അതിന് ടോപ്പർ ആവണമെന്നോ ഭയങ്കര IQ വേണമെന്നോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മാത്സിന് വീക്കാണ്, എന്നെ കൊണ്ട് മാത്സ് പറ്റില്ല എന്ന് വിചാരിക്കുന്നവർ ഒരു കാരണവശാലും പേടിക്കേണ്ട. ആരെ കൊണ്ടും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രാമീൺ ബാങ്കിന്റെ. അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ഇട്ട് പ്രിപ്പറേഷൻ മാത്രം എന്ത് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇന്റർവ്യൂവിന്റെ കേസാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലർക്ക് വരുമ്പോഴത്തേക്കും ഇന്റർവ്യൂ വരുന്നില്ല, പിഒയുടെ കേസ് വരുമ്പോൾ അതിൽ ഇന്റർവ്യൂ വരുന്നുണ്ട്. ഓക്കെ, ദെൻ വരുന്നത് ഏജിന്റെ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. അപ്പോൾ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം.
അതിൽ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് പറയുന്നത് 18-28 ഏജ് ലിമിറ്റ് പറയുന്നത്. ഓക്കെ, 18 വയസ്സിനും 28-നും ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഓഫീസർ സ്കെയിൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജറാണ് വരുന്നത്. ഓക്കെ, ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജറാണ്. അതിന്റെ ഏജ് പറയുന്നത് 18-30 പറയുന്നത്. ഇതിൽ തന്നെ റിസർവേഷൻ ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. അത് നമുക്ക് നോക്കാം. റിസർവേഷൻ ഉള്ള SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഓഫീസറിനും ക്ലർക്കിനും കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫീസ് വരുന്നുണ്ട്. ഇതിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു ഓഫീസറിന്റെ പോസ്റ്റ് ആയാലും ഓഫീസ് അസിസ്റ്റന്റ് ആയാലും ഓഫീസർ സ്കെയിൽ 1 ആയാലും അതായത് അസിസ്റ്റന്റ് മാനേജറിന്റെ പോസ്റ്റിനും ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഗ്രാജുവേഷൻ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന ഒരാൾ ജസ്റ്റ് ഫ്രഷറായിട്ട് കയറുമ്പോൾ ഓഫീസറായിട്ട് കയറുന്ന ഒരാൾക്ക് 75,000 രൂപ സാലറിയും ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് 40,000 പ്ലസ് സാലറിയും കിട്ടുന്ന ഒരു ജോബാണ് ഗ്രാമീൺ ബാങ്കിന്റെ എന്ന് പറയുമ്പോൾ. അപ്പം ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ സാലറിയാണ്. അത്യാവശ്യം നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ബാങ്ക് ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഗ്രാമീൺ ബാങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലിയും ചെയ്യാം. 75,000 രൂപ ഓഫീസറായിട്ട് കയറുന്ന ഒരാൾക്ക് കയ്യിൽ മാസം വാങ്ങാനും പറ്റും. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഒരാൾക്കാണ് ഇത്രയും സാലറി കിട്ടുന്നത്. ഓക്കെ, ഇപ്പം ഡിഗ്രി മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. പേയ്മെന്റ് വരുന്നത് ഫീസ് വരുന്നുണ്ട് 175 രൂപയാണ് SC ST കാൻഡിഡേറ്റ്സിന് വരുന്നത്. 850 രൂപ ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 175 രൂപ SC ST കാൻഡിഡേറ്റ്സിനും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കാൻഡിഡേറ്റ്സിനും 850 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിപ്പോവാം. അപ്പം ഓഫീസ് അസിസ്റ്റന്റ് ആയാലും ഓഫീസർ സ്കെയിൽ 1 അതായത് അസിസ്റ്റന്റ് മാനേജർ ആയാലും പ്രിലിംസ് വരുന്നത് സെയിം പാറ്റേൺ ആണ്. പ്രിലിംസും മെയിൻസും സെയിം പാറ്റേൺ ആണ് വരുന്നത്. അതിൽ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2 സെക്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഇത് എഴുതിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൽ പ്രിലിംസിൽ ഇംഗ്ലീഷ് വരുന്നില്ല. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് പാസ് ചെയ്താൽ മതി. ഓക്കെ, കട്ട് ഓഫ് ഇടും, നമ്മൾ ജസ്റ്റ് ആ കട്ട് ഓഫ് കയറിയാൽ മാത്രം മതി പ്രിലിംസ് വരുമ്പോൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിൽ ഇംഗ്ലീഷ് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, റീസണിങ് വരുന്നത് 40 ക്വസ്റ്റ്യന് 40 മാർക്ക് 25 മിനിറ്റ് ആണ്. സെക്ഷൻ ടൈമിംഗ് ഉണ്ട്, 25 മിനിറ്റ്സ് ആണ് തരുന്നത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക്കൽ എബിലിറ്റി വരുന്നത് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 20 മിനിറ്റ് ആണ് വരുന്നത്. സോ ടോട്ടൽ 45 മിനിറ്റ് ആണ് വരുന്ന ടൈം. മാക്സിമം മാർക്ക് വരുന്നത് 80 ആണ്. ക്വസ്റ്റ്യൻസ് 80 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 80 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കൊരു 78-79 ഷുവറായിട്ടും ചെയ്യാൻ പറ്റുന്നു. അത്യാവശ്യം സ്പീഡ് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ കാൽക്കുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗ്രാമീൺ ബാങ്കിന്റെ ഓഫീസ് അസിസ്റ്റന്റ് കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് പേപ്പറിൽ എഴുതേണ്ട ആവശ്യം പോലും വരത്തില്ല. നമുക്ക് നോക്കി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന്റെ മാത്സിന് വരുന്നത്. സോ ഇത് നമുക്കൊരു 80-ൽ 79, 78 ഷുവറായിട്ടും കിട്ടും. നമുക്ക് പ്രിലിംസ് സുഖമായിട്ട് കയറിപ്പോകാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫീസർ സ്കെയിൽ 1 ആയാലും സെയിം പാറ്റേൺ ആണ് വരുന്നത്, ഇംഗ്ലീഷ് വരുന്നില്ല. ഓഫീസ് അസിസ്റ്റന്റിന്റെ അതേ പാറ്റേൺ ആണ് വരുന്നത്. ഓക്കെ, ഇനി മെയിൻസിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. മെയിൻസ് വരുമ്പോൾ റീസണിങ് വരുന്നുണ്ട് 40 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് വരുന്നത്. ഓക്കെ, 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റ് ആണ് ടൈം പറയുന്നത്. കമ്പ്യൂട്ടർ ഉണ്ട് 40 ക്വസ്റ്റ്യന് 20 മാർക്കാണ്. 0.5 വെച്ചിട്ടാണ് അതിന്റെ മാർക്ക് പറയുന്നത്. 15 മിനിറ്റ് ആണ് ടൈം. ഇംഗ്ലീഷ് വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്, അതായത് ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചൂസ് ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് ഹിന്ദി ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ ലാംഗ്വേജിന്റെ മാർക്ക് വരുന്നത് 40 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്, 30 മിനിറ്റ് ആണ് ടൈം പറയുന്നത്. ന്യൂമറിക്കൽ എബിലിറ്റി വരുന്നത് 40 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്, 30 മിനിറ്റ് ആണ് ടൈം പറയുന്നത്. ഇതിൽ ടൈം ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ സെക്ഷനും അവരാണ് എന്ത് ചെയ്യുക ഓർഡറിൽ തരിക. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഇപ്പോൾ റീസണിങ് ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് കഴിയുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഓഫീസ് അസിസ്റ്റന്റും ഓഫീസർ സ്കെയിൽ 1 വരുമ്പോഴത്തേക്കും സെയിം മാർക്കും സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സെയിം ടൈമും ആണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ 120 മിനിറ്റ്സ്, അതായത് 2 മണിക്കൂർ 200 ക്വസ്റ്റ്യൻസ് 200 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം പാറ്റേണെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്കിനി
നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്ന് നോക്കാം. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓഫീസ് അസിസ്റ്റന്റ് വരുമ്പോൾ 350 വേക്കൻസിയും ഓഫീസറിന് 250 വേക്കൻസീസുമാണ് കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂജ് വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ കേരളത്തിലെ വേക്കൻസി എന്ന് പറയുമ്പോൾ ഇതെവിടെ കിടപ്പുണ്ട്? കേരളത്തിലെ വേക്കൻസി 350 വേക്കൻസീസ് ആണ് കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റിന് കേരളത്തിൽ മാത്രമായിട്ട് 350 വേക്കൻസീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തിനി ഓഫീസർ സ്കെയിൽ 1ന്റെ വേക്കൻസി പറയുമ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൽ ഇപ്രാവശ്യം അവർ റിലീസ് ചെയ്തിട്ടുള്ള വേക്കൻസി എന്ന് പറയുമ്പോൾ 250 വേക്കൻസീസ് ആണ്. അതായത് ഇവിടെ കിടപ്പുണ്ട്. ഓവറോൾ 250 വേക്കൻസീസ് ആണ് കേരള ഗ്രാമീൺ ബാങ്കിന് മാത്രമായിട്ട് ഇത്തവണ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസീസ് ഓഫീസ് അസിസ്റ്റന്റിനും ഓഫീസറിനും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാനും നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ജോലി ഗ്രാമീൺ ബാങ്കിൽ നേടാൻ പറ്റും. അപ്പോൾ ഇത്തവണ ഗ്രാമീൺ ബാങ്കിന്റെ എക്സാം വരുന്നത് നോർമലി വരുന്നത് ജൂൺ ജൂലൈ ആ ടൈമിലാണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് ഓഗസ്റ്റിൽ എക്സാം സ്റ്റാർട്ട് ആവും. പക്ഷേ ഇത്തവണ വളരെ ഡിലേ ആയിട്ട് നവംബർ ഡിസംബറിലാണ് പ്രിലിംസ് പോലും സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഇനി നോക്കുന്ന ഒരാൾക്കായാലും പോലും ടൈം കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് ഈസി ലെവലായിരിക്കും. ഏറ്റവും ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്താൽ പോലും നമുക്കിത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ മെയിൻസ് വരുന്നത്. സോ നമ്മൾ അത്യാവശ്യം വേണമെന്നുള്ള രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാൾക്ക് നമുക്കിതിന്റെ മെയിൻസും ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ നാട്ടിലൊരു ജോലിയും കിട്ടും, ബാങ്കിൽ ഓഫീസറായിട്ടൊരു ജോലി നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും. പെർ മന്ത് 75,000 ആയിരിക്കും സാലറി വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ എജുബിയിൽ തന്നെ ഈ മാസം 24-ാം തീയതി ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് ബാങ്ക് SSC റെയിൽവേയുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരെന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഈ മാസം സെപ്റ്റംബർ 24-നാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്തല്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. ഏത് നാട്ടിലുള്ളവർക്കായാലും നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിടുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളെ ഫാമിലിയെ സെറ്റിലാക്കാനും നമ്മളെ ലൈഫ് സെറ്റിലാക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മളെ കയ്യിൽ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. നമ്മൾ എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. ഈ വർഷം തന്നെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.